വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തുകയാണ്. ശനിയാഴ്ചയാണ് അദ്ദേഹം എത്തുക. എന്തായാലും കേരള സർക്കാരിനോട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഓഫീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആന്റണി ജസ്റ്റ് ജോർജിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ആന്റണി, അദ്ദേഹം എപ്പോൾ എത്തും? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ഈ ദുരന്തം നടന്ന ആ ഘട്ടം മുതൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമോ, വയനാട് പ്രധാനമന്ത്രി സന്ദർശിക്കുമോ എന്നുള്ളത്. കാരണം രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. 300-ലധികം പേർ മരിച്ച ഒരു വലിയ ദുരന്തം. ആ ദുരന്തം ദേശീയ ദുരന്തമായി അടക്കം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി എത്തുമോ എന്നുള്ളൊരു ചോദ്യവും കൂടി ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അദ്ദേഹം ശനിയാഴ്ച എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ തേടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലിപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തും. നിലവിലെ അദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരം അദ്ദേഹം കണ്ണൂരിൽ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഈ ദുരന്ത മേഖലയായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് എത്തും. ഒരുപക്ഷെ അദ്ദേഹം ഈ സ്ഥലത്ത് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. അതായത് ഈ ചൂരൽമല മുണ്ടക്കൈ അടക്കമുള്ള ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. പകരം അദ്ദേഹം ആ മേഖലയിൽ ഹെലികോപ്റ്ററിലുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ ആ ഭാഗത്തിൽ ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹം ഈ ചൂരൽമലയിലേക്കൊക്കെ നേരിട്ട് എത്തുമോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും അറിയാൻ കഴിയും. അദ്ദേഹം ഏതായാലും ക്യാമ്പുകളിലെത്തി ഈ ദുരിതബാധിതരെ നേരിട്ട് കാണുമെന്നുള്ള കാര്യവും കൂടി അറിയിച്ചിട്ടുണ്ട്. അത് ഈ ചൂരൽമലയിലെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അദ്ദേഹം അവിടെ എത്തും. അദ്ദേഹം ഈ ദുരിതബാധിതരെ നേരിട്ട് കാണും. അതേസമയം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ അദ്ദേഹം കാർ മാർഗമോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിൽ നേരിട്ടുള്ള സന്ദർശനം നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. നിലവിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ നിർണായകമാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. കാരണം ഇവരുടെ പുനരധിവാസം, ഈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയുള്ള അടുത്ത ഘട്ടം ഈ പുനരധിവാസമാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഒരു സഹായം വളരെ ആവശ്യമായ ഒരു ഘട്ടം കൂടിയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി അടക്കമുണ്ട് കേരളത്തിന്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സംസ്ഥാനം നിരന്തരമായി ഉയർത്തിയത്. കാരണം പ്രധാനമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക ലഭിക്കണമെങ്കിൽ അത് ദേശീയ ദുരന്തത്തിന്റെ പരിധിയിലേക്ക് വരണം. പക്ഷേ ഇപ്പോൾ ആ കാറ്റഗറി ഇല്ല എന്നുള്ളതാണ്. തീവ്ര ദുരന്തം എന്നുള്ള ഒരു കാറ്റഗറിയാണുള്ളത്. എന്തായാലും ആ ദുരന്തത്തിലേക്ക് വരണമെങ്കിൽ പോലും ഈ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ വയനാട്ടിലേക്ക് എത്തുമ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുരന്തം, അതായത് ഈ ദുരിതബാധിതർക്ക് വരുമാനം കൂടുതലായി അവർക്ക് വേണ്ട സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും നേരത്തെ സുരേഷ് ഗോപി ഇവിടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ ദേശീയ ദുരന്തം എന്ന നിലയിൽ അത് മാറ്റാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നാണ്. ഏതായാലും അക്കാര്യത്തിലടക്കം ഈ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി കൂടി എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വെച്ച് ഈ വയനാടിന് ഒരു പ്രത്യേക സഹായം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു കാര്യം. വ്യക്തമാണ് ആന്റണി. എന്തായാലും അദ്ദേഹം ഈ ദുരന്തമുണ്ടായ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ വീട്ടുകാർക്ക് സഹായം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ശനിയാഴ്ച അദ്ദേഹം ഈ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ എത്തും എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളൊന്നും വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇങ്ങനെയാണ് പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക്